Hello everyone, welcome to the very first lecture of our second semester core paper, Calculus of Single Variable 1. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത് ഫംഗ്ഷൻസ് ആൻഡ് ദെയർ ഗ്രാഫ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം, അതിലെന്തൊക്കെയാണ് പഠിക്കണേ എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ സെക്ഷൻ പോയിൻറ്റ് 2 ഫംഗ്ഷൻസ് ആൻഡ് ദെയർ ഗ്രാഫ്സ്. ഇപ്പോൾ ഇതിൽ രണ്ട് ടോപ്പിക്സ് ആണ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫംഗ്ഷൻസ് എന്താണെന്നുള്ളതും അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളതും നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു ഗ്രാഫ് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതും നമുക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുക, ഗ്രാഫിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, ഈവൻ ആൻഡ് ഓഡ് ഫംഗ്ഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ്റെ ഡെഫിനീഷൻ വെച്ചിട്ടാണ്. നിങ്ങൾ സ്കൂൾ ലെവലിൽ തന്നെ റിലേഷൻ ഫംഗ്ഷൻ ഇതൊക്കെ എന്താണെന്നുള്ളത് പഠിച്ചിട്ടുള്ളതാണ്. ബട്ട് സ്റ്റിൽ അതിനൊരു ഔട്ട്ലൈൻ തരാം. എന്താണ് ഫംഗ്ഷൻ, എന്തിനാണ് ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമിനെ മാത്തമാറ്റിക്സിൽ ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളത് അറിയണ്ടേ. വെറുതെ ഇങ്ങനെ കുറേ ഡെഫിനേഷൻസും അതിൻ്റെ റിസൾട്ട്സും അങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. എന്തിനാണ് ഈ പഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ വീൽ സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. സോ ഇപ്പോൾ സപ്പോസ് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, ലൈക്ക് സർക്കിൾ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് അല്ലേ. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ, ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, സർക്കിളിൻ്റെ ഏരിയ അതിൻ്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദി ഏരിയ ഓഫ് എ സർക്കിൾ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് റേഡിയസ്. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുകയാണെങ്കിൽ അതിനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും കുറച്ച് ടൂൾസ് ആവശ്യമാണ്. അങ്ങനെ ഏതൊരു സ്റ്റേറ്റ്മെൻറ്റിനെയും മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ ഇങ്ങനത്തെ ഡിപ്പെൻഡൻസീസ് ഉണ്ടല്ലോ. ഇപ്പം ഏരിയ എന്ന് പറയുന്നത് റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ എപ്പോഴും നമുക്കൊരു ഫംഗ്ഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ നെസസിറ്റി വന്നപ്പോഴാണ് ആക്ച്വലി ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ടേം മാത്തമാറ്റിക്സിൽ ഇൻട്രൊഡ്യൂസ് ആയത്. സോ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയുന്നതാണ്. നമുക്കെങ്ങനെയാണ് ഏരിയ നമ്മൾ എഴുതുക? ഇപ്പോൾ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എ സർക്കിൾ ആണെന്ന് എടുക്കാം. അപ്പം ആർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ ഏരിയ നമ്മൾ എഴുതാറ് എ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി വാല്യൂ ഓഫ് ആർ അല്ലേ. ആറ് വേരി ചെയ്യുന്നതിനനുസരിച്ച് എയുടെ വാല്യൂ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് എ ഓഫ് ആർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. ഈ നൊട്ടേഷൻ ആക്ച്വലി ഇറലവൻ്റ് ആണ്. ഇപ്പോൾ എ ഓഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആർ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ആണ് ഈ പൈ ആർ സ്ക്വയർ എന്നുള്ള പോലെ വരുള്ളൂ. അപ്പം ആർ ഇസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് പൈ ആണെന്ന് നമുക്ക് പറയാം അല്ലേ. പൈ ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ പൈ തന്നെയാണ് വരിക. അപ്പോൾ അങ്ങനത്തെ സെൻസിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്തു. അതിന് നമുക്കൊരു ഫംഗ്ഷൻ്റെ ആവശ്യം വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നീഡ്സിലാണ് നമ്മൾ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാറ്. ഇനി ഫംഗ്ഷൻ്റെ ബേസിക് ഡെഫിനേഷൻ എങ്ങനെയാണ് പറയണതെന്നുള്ളത് നോക്കാം. ഇപ്പോൾ സപ്പോസ് എൻ്റെ കയ്യിൽ 2 സെറ്റ് ഉണ്ടെന്ന് കരുതാം. ഒരു സെറ്റ് എ എന്നും സെറ്റ് ബി എന്നും ഞാൻ ഡിനോട്ട് ചെയ്തു. ഈ സെറ്റ് എ എന്ന് സെറ്റ് ബിയിലേക്ക് ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. എഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റിലേഷനെ നൊട്ടേറ്റ് ചെയ്തു. ഈ എഫ് എന്ന് പറഞ്ഞ എ എന്ന് ബിയിലേക്കുള്ള റിലേഷൻ എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ആവണേ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പം എയിൽ സപ്പോസ് കുറച്ച് വാല്യൂസ് ഞാൻ എടുക്കുകയാണ്. 1 2 3 4 4 വാല്യൂസ് ഉണ്ട്. ആൻഡ് ബിയിലുള്ളത് സം 2 4 6 8 11 ആൻഡ് 13 ഇത്രയും വാല്യൂസ് ഉണ്ടെന്ന് കരുതാം. ഓക്കെ, ഇനി ഞാൻ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. എയിലെ കുറച്ച് എലമെൻറ്റ്സ് ബിയിലെ കുറച്ച് എലമെൻ്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. ആ റിലേഷൻ നമുക്ക് നൊട്ടേറ്റ് ചെയ്യാം. ഇപ്പം 1 എന്ന് പറയുന്നത് 2ലേക്ക് മാപ്പ് ആവുന്നുണ്ട്. ആൻഡ് 2 എന്ന് പറയുന്നത് 4ലേക്ക്, 3 എന്ന് പറയുന്നത് 6ലേക്ക്, ആൻഡ് 4 എന്ന് പറയുന്നത് 8ലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബൈ റിലേഷൻ പ്രോപ്പർട്ടി നമുക്ക് എന്ത് പറയാം? ഇവിടെ 1 എന്ന് പറയുന്നത് ഈ എഫ് എന്ന് പറഞ്ഞ റിലേഷൻ വെച്ചിട്ട് 2യിലേക്കാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പറയാൻ പറ്റുന്നത് എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 2 എന്ന് പറയാം. അതേപോലെ എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു 4 എന്ന് പറയാം. എഫ് ഓഫ് 3 ഇസ് ഈക്വൽ ടു 6 എന്ന് പറയാം. ആൻഡ് എഫ് ഓഫ് 4 ഇസ് ഈക്വൽ ടു 8 എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇവിടെ എ എന്ന് പറഞ്ഞ സെറ്റിലുള്ള എല്ലാ എലമെൻറ്റിനും അപ്പുറത്ത് ഒരു ഇമേജ് ഉണ്ട് എന്ന് എനിക്ക് പറഞ്ഞൂടെ. എയിലുള്ള എല്ലാ എലമെൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്ത് ഈ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഇപ്പുറത്തൊരു വാല്യൂ കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കിട്ടുമ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് യുണീക്ക് ആണോ എന്നുള്ളതും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ സപ്പോസ് 1 എന്ന് പറഞ്ഞ എലമെൻറ്റിനെ ഞാൻ ഇവിടുത്തെ 2 എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യാമെന്ന് കരുതിക്കോളും. ഇപ്പോൾ സപ്പോസ് 1 എന്ന് പറഞ്ഞ എലമെൻറ്റിനെ ഞാൻ 11ലേക്കും മാപ്പ് ചെയ്യുന്നുണ്ട്, 2യിലേക്കും മാപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെയുള്ള എലമെൻറ്റിനൊക്കെ അപ്പുറത്ത് ഇമേജ് വേണം എന്നുള്ളത് ഫംഗ്ഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. പക്ഷേ അവിടെ 2 ഇമേജ് വരുന്നുണ്ടെങ്കിൽ
അതായത് 1നെ തന്നെ എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 2 എന്നും നമുക്ക് പറയാം, എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 11 എന്നും പറയാം എന്നുള്ള തരത്തിൽ നമുക്ക് ഒരിക്കലും ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ 2 ഇമേജ് ഒരൊറ്റ വാല്യൂവിന് കിട്ടുകയാണെങ്കിൽ അത് ഫംഗ്ഷൻ ആവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ പറയാം. ഇതിൻ്റെ ഫസ്റ്റ് സെറ്റ്, ഈ ഒരു എ എന്ന് പറഞ്ഞ സെറ്റ്, ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷനാണ്. ആൻഡ് അപ്പം എ എന്ന് പറഞ്ഞ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഡൊമെയിൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എനെ വിളിക്കാം. എന്താ വിളിക്കാം? ഡൊമെയിൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എനെ വിളിക്കാം. ഓക്കെ, എവിടെ നിന്നാണോ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ആ സെറ്റിനെ നമ്മൾ ഡൊമെയിൻ എന്ന് വിളിക്കും. ആൻഡ് എവിടേക്കാണോ ഈ ഫംഗ്ഷൻ എത്തുന്നത്, ഈ ബി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ കോ ഡൊമെയിൻ എന്നാണ് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഡൊമെയിനിൽ നിന്ന് കോ ഡൊമെയിനിലേക്കാണ് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി റേഞ്ച് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഇനി ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത് പറയാം. അപ്പം എഫ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞിട്ടൊരു റിലേഷൻ ഉണ്ട്. അത് ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഡൊമെയിൻ എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്, ഈ ഡൊമെയിനിലെ എല്ലാ എലമെൻറ്റിനും കോ ഡൊമെയിനിൽ ഒരു ഇമേജ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് ആ ഇമേജ് യുണീക്ക് ആയിരിക്കണം. ഓക്കെ, അപ്പം ഇവിടുന്ന് എയിൽ നിന്ന് ഞാൻ ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിനപ്പുറത്ത് ബിയിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഇമേജ് വേണം. ഒന്ന് കൂടുതൽ ഇമേജസ് ഉണ്ടാവരുത്, യുണീക്ക് ആയിട്ടുള്ള ഇമേജ് വേണം. ഇത്രയേ ഉള്ളൂ ആക്ച്വലി ഒരു ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇനി റേഞ്ച് എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞല്ലോ, റേഞ്ച് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, എയിലുള്ള എലമെൻസ് ഒക്കെ ബിയിലേക്ക് മാപ്പ് ചെയ്തിട്ടില്ലേ, ബിയിലേക്ക് മാപ്പ് ചെയ്തപ്പോൾ ബിയിലുള്ള ഏതൊക്കെ എലമെൻസിലേക്കാണോ മാപ്പ് ചെയ്തത് ആ സെറ്റിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ബി എന്ന് പറഞ്ഞ സെറ്റിൽ ആക്ച്വലി 2, 4, 6, 8, 11 ആൻഡ് 13 എന്ന് പറഞ്ഞിട്ട് 2 എലമെൻസും കൂടി ഉണ്ട്. പക്ഷേ ആക്ച്വലി ഫംഗ്ഷൻ മാപ്പ് ചെയ്തത് 2ലേക്കും 4ലേക്കും 6ലേക്കും 8ലേക്കും മാത്രമാണ്, 11നെയും 13നെയും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ഏതൊക്കെ വാല്യൂസ് ആണോ ഈ ഫംഗ്ഷൻ എടുക്കുന്നത് അതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുക. അതായത് 2, 4, 6, 8 ആയിരിക്കും ഇവിടെ റേഞ്ച് വരിക. ആൻഡ് ഡൊമെയിൻ വരിക 1, 2, 3, 4 എന്ന് പറഞ്ഞ എ എന്ന് പറഞ്ഞ കംപ്ലീറ്റ് സെറ്റ് ആയിരിക്കും. കോ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബി എന്ന് പറഞ്ഞ സെറ്റ്. ഓക്കെ, അപ്പോൾ റേഞ്ചും കോഡൊമെയിനും തമ്മിൽ മാറിപ്പോവരുത്. റേഞ്ച് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂസ് മാത്രമാണ് റേഞ്ച് വരിക. ഓക്കെ, ഫംഗ്ഷൻ എവിടെയാണോ ഏതൊക്കെ വാല്യൂസിലാണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഈ 1, 2, 3, 4 ഏതൊക്കെ വാല്യൂസിലാണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അതിനെ നമ്മൾ ഡൊമെയിൻ എന്നും വിളിക്കും. അപ്പോൾ ഈ കൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഭാഗമൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. സോ നമുക്ക് ഡെഫിനേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. A function f from a set A to a set B is a rule that assigns to each element x in A one and only one element y in B. A നിന്ന് ബിയിലേക്കുള്ള ഒരു റൂളാണ്, ഒരു റിലേഷൻ ആണ് എന്നുള്ള സെൻസിൽ, ദാറ്റ് അസൈൻസ് ഈച്ച് എലമെൻറ്റ് എക്സ് ഇൻ എ, അതായത് എയിലുള്ള എല്ലാ എലമെൻറ്റിനും, അതിൽ എയിലുള്ള ഏതൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അപ്പുറത്ത് ബിയിൽ 1 and only 1 എലമെൻറ്റ് വൈ എക്സിസ്റ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ ഏതൊരു എക്സ് എടുത്തു കഴിഞ്ഞാലും കറസ്പോണ്ടിങ് ആയിട്ട് ബിയിൽ നിന്ന് എനിക്കൊരു ഒരൊറ്റൊരു വൈ, യുണീക്ക് വൈ എന്ന് പറഞ്ഞ എലമെൻറ്റ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ റൂളിനെ നമുക്കൊരു ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഡെഫിനേഷൻ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി ഡൊമെയിനും റേഞ്ചും ഒക്കെ എന്താണെന്നുള്ളത് അവിടെ താഴെ എഴുതിയിട്ടുള്ളത്. സെറ്റ് എ ഇസ് കോൾഡ് ദ ഡൊമെയിൻ ഓഫ് എ ഫംഗ്ഷൻ. ഇപ്പം ഇവിടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എയിൽ നിന്ന് ബിയിലേക്കാണ്. എയിൽ നിന്നാണ് എ എന്ന് പറഞ്ഞ സെറ്റിനെയാണ് നമ്മൾ ഡൊമെയിൻ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുക. ആൻഡ് ദി എലമെൻറ്റ് വൈ ഇൻ ബി കോൾ ദ വാല്യൂ ഓഫ് എഫ് അറ്റ് എക്സ് റിട്ടൺ ആസ് എഫ് ഓഫ് എക്സ് ആൻഡ് റെഡ് ആസ് എഫ് ഓഫ് എക്സ്. The set of all values y is equal to f of x as x varies over the domain is called the range of f. അപ്പം എന്താ റേഞ്ച് വരിക എന്നുള്ളത് അവിടെ പറയുന്ന കേട്ടോ. ഇവിടെ നമുക്ക് ഏതൊക്കെ വാല്യൂസാണ് ഉള്ളത്. ഇപ്പം ഏതൊരു എക്സ് ഞാൻ എടുത്തു കഴിഞ്ഞാലും വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ് വരിക അല്ലേ. അപ്പം അതായത് ഏതൊരു എക്സ് ഞാൻ എന്ന് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് എനിക്കൊരു വൈ കാണാൻ പറ്റുകയാണ്. ഓക്കെ, അത്തരത്തിലുള്ള അത്തരത്തിലുള്ള റൂൾസിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഏത് എക്സ് എടുത്തു കഴിഞ്ഞാലും എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വൈകളിലെ ഈ വൈകളുടെ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സുകളുടെ കളക്ഷനാണ് നമ്മൾ റേഞ്ച് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ റേഞ്ച് എന്നുള്ള സെൻസിലാണ് നമ്മൾ പറയുക. അപ്പോൾ റേഞ്ച് ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്താ, ആൻഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് എ റിയൽ വേരിയബിൾ എന്താണെന്നുള്ളതൊക്കെയാണ് അടുത്തതിൽ പറയുന്നത്.
ഇപ്പം എയും ബിയും സബ്സെറ്റ്സ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ എക്സും അതെ എഫ് ഓഫ് എക്സും അതേ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. കാരണം എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ സെറ്റിലേക്കാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അകത്താണ് എക്സ് എന്ന് പറഞ്ഞ വാല്യൂസ് ഉള്ളത്. ആൻഡ് ഈ എക്സ് ഈ എഫ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് ബിയിലേക്ക് എത്തുമ്പോൾ അത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസാണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞ സെറ്റിനകത്തുള്ളത് മുഴുവൻ എഫ് ഓഫ് എക്സ് എന്നുള്ള വാല്യൂസും എക്കകത്തുള്ളത് മുഴുവൻ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസും ആണ് അല്ലേ. ഈ എക്സ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ എഫ് ഓഫ് എക്സിന് വേരിയേഷൻ ഉണ്ടാവും. അപ്പം എ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സബ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എക്സുകളൊക്കെ റിയൽ നമ്പേഴ്സ് ആണെന്നല്ലേ. അതേപോലെ ബിയും റിയൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ സബ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സുകളും എന്തായാലും റിയൽ നമ്പേഴ്സ് തന്നെയായിരിക്കും. ഈ എഫ് ഓഫ് എക്സ് എല്ലാം റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ഇതാണ് ആക്ച്വലി വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഞാൻ റാൻഡം ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കുവാണ്. അത് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂസ് എഫ് ഓഫ് എക്സ് ആണ് അല്ലേ. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് ആണ് ആക്ച്വലി എന്ത് വാല്യൂ ആണ് ഔട്ട്കം കിട്ടുന്നത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് റിയൽ വാല്യൂഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷനെ എനിക്ക് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയാം. എക്സ് എന്ന് പറഞ്ഞ വേരിയബിളും കൂടി റിയൽ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് എ റിയൽ വേരിയബിൾ എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ വേരിയബിൾ റിയൽ ആണെന്നുണ്ടെങ്കിൽ ഓഫ് എ റിയൽ വേരിയബിൾ എന്ന് ചേർക്കാം. വേരിയബിൾ റിയൽ അല്ല, വാല്യൂ മാത്രമാണ് റിയൽ ആവുന്നതെങ്കിൽ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താ പഠിക്കാനുള്ളത് നോക്കാം. ഇനി നമുക്ക് ആക്ച്വലി പലതരത്തിലുള്ള റെപ്രസെൻറ്റേഷൻസ് ആണ്. ഈ ഒരു ഫംഗ്ഷനെ തന്നെ നമുക്ക് പലതരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം ആ റെപ്രസെൻറ്റേഷൻസാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു മെഷീൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ള തരത്തിൽ നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ള പോലെയാണ് പറയുന്നത്. ഇപ്പം എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ഇൻപുട്ട് ചെയ്യാണ് ഈ ഒരു മെഷീൻ, ഒരു ഫംഗ്ഷൻ മെഷീൻ അവർ ഫോം ചെയ്തിരിക്കുകയാണ്. ഈ ഫംഗ്ഷൻ മെഷീൻ്റെ അകത്തേക്ക് എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ഇൻപുട്ട് ചെയ്തു. ഇതിനകത്തുനിന്ന് ഔട്ട്പുട്ട് വരുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്താ പറയുക ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ള പോലെ പറയാണ്. അതിൻ്റെ മീനിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ റൂട്ട് എക്സ് എന്ന് പറഞ്ഞത് എന്താ പറയുക ഈ മെഷീൻ റൂട്ട് എക്സ് ആണെന്നുള്ള പോലെ, ഈ ഫംഗ്ഷൻ റൂട്ട് എക്സ് ആണെന്നുള്ള പോലെ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ വരിക എന്നുള്ള പോലെ അവിടെ പറയുന്നത്. ഇപ്പം ഈ ഫംഗ്ഷൻ ഇപ്പോൾ റൂട്ട് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ മെഷീൻ്റെ അകത്തേക്ക് 4 എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ ഇൻപുട്ട് ചെയ്താൽ ഇതിനകത്തുനിന്ന് എന്താ പുറത്തേക്ക് വരിക, റൂട്ട് ഓഫ് 4 ആയിരിക്കും വാല്യൂ പുറത്തേക്ക് വരിക, വിച്ച് ഇസ് 2. ഇവിടെ പോസിറ്റീവ് റൂട്ട്സ് ആണ് കേട്ടോ കൺസിഡർ ചെയ്യുന്നത്, നെഗറ്റീവ് റൂട്ട്സ് കൺസിഡർ ചെയ്യണില്ല. അതുകൊണ്ടാണ് ഇത് ഫംഗ്ഷൻ ആയത്. ആ കാര്യം നമുക്ക് അടുത്ത എക്സാമ്പിൾ വരുമ്പോൾ പറയാം. ഇനി അതേപോലെ മെഷീൻ മാത്രമല്ല നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ആയിട്ടും ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് പറയുകയാണ്. അനദർ വേ ഓഫ് വ്യൂയിങ് എ ഫംഗ്ഷൻ ഇസ് ടു തിങ്ക് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം എ സെറ്റ് എ ടു ബി ആസ് എ മാപ്പിംഗ് ഓർ എ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് മാപ്സ് എൻ എലമെൻറ്റ് എക്സ് ഇൻ എ ഓൺ ടു ഇറ്റ്സ് ഇമേജ് എഫ് ഓഫ് എക്സ് ഇൻ പി. അതായത് എ എന്ന് പറഞ്ഞൊരു ഡൊമെയിൻ ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു കോഡൊമെയിൻ ഉണ്ട്. അപ്പോൾ എക്സിനെ എഫ് ഓഫ് എക്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷനായിട്ടും നമുക്ക് ഒരു മാപ്പിംഗ് ആയിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം എന്നുള്ള പോലെ പറയുന്നത്. അപ്പം ഇതിലുള്ള ഈ ഡൊമെയിനിലുള്ള വാല്യൂസിനെ ഇത്ര ഒരു ഭാഗത്തിലേക്ക് അത് മാപ്പ് ചെയ്യുന്നുള്ളൂ. എന്താ പറയുക, അകത്തൊരു ചെറിയ ഇമേജ് കാണുന്നില്ലേ, ഇത്ര മാത്രമേ റേഞ്ച് വരുന്നുള്ളൂ. പുറത്തുള്ളത് കംപ്ലീറ്റ്, അതായത് ഈ കംപ്ലീറ്റ് സെറ്റ് എന്ന് പറയുന്നത് ഈ പുറത്തെ ഔട്ട്ലൈൻ ആണ്. ഈ അകത്തുള്ള വാല്യൂ മാത്രമാണ് റേഞ്ച് വരുന്നത്. അതിൽ തന്നെ അവർ ക്ലിയർ ആയിട്ട് പറയുകയാണ്, എപ്പോഴും കോഡൊമെയിൻ കംപ്ലീറ്റ്ലി റേഞ്ച് ആയിക്കൊള്ളണം എന്നില്ല, റേഞ്ച് അതിൻ്റെ ഒരു സബ്സെറ്റ് ആവാതിരിക്കാം എന്നുള്ള പോലെ പറയാം. ചില സമയത്ത് ഫുൾ കോഡൊമെയിൻ തന്നെ റേഞ്ച് ആയിട്ടും വരാം. അപ്പോൾ ഓരോ കേസ് പോലെയാണ്. സോ അത് ശരിക്കും ചെക്ക് ചെയ്തിട്ടേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഡൊമെയിൻ റേഞ്ചൊക്കെ കാണാനുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുകയാണ്. Range of f is contained in the set B but need not be equal to B. Range of f എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞ കോഡൊമെയിൻ സെറ്റിൻ്റെ അകത്തുള്ളൊരു സെറ്റാണ്. പക്ഷേ അത് കംപ്ലീറ്റ്ലി അകത്തായിക്കൊള്ളണമെന്നില്ല, കംപ്ലീറ്റ്ലി ബി ആയിക്കൊള്ളണമെന്നില്ല. ഓരോ കേസിൽ ഓരോ പോലെയാണ് എന്നുള്ള സെൻസിൽ പറയാണ്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ദാറ്റ് അസോസിയേറ്റ്സ് വിത്ത് ഈച്ച് റിയൽ നമ്പർ എക്സ് ഇറ്റ്സ് സ്ക്വയർ എക്സ് സ്ക്വയർ from the sets of real numbers R to the sets of real numbers R itself. അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ളത് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിന്ന് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലേക്ക് എന്നുള്ള പോലെയാണ് പറഞ്ഞിട്ടില്ലേ. ആൻഡ് ഇതിനകത്തുനിന്ന് ഏതൊരു എക്സ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഔട്ട്കം കിട്ടണേ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എക്സ് സ്ക്വയർ ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ റേഞ്ച് എന്താ വരിക എന്നുള്ള പോലെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കോഡൊമെയിൻ ആണ് ആർ എന്ന് പറയുന്നത്,
ഡൊമെയിനും 6 തന്നെയാണ്. ഇനിയിപ്പോൾ റേഞ്ച് എന്താ വരിക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഏതൊരു എക്സ് എടുത്തു കഴിഞ്ഞാലും എക്സ് സ്ക്വയർ എപ്പോഴെങ്കിലും നെഗറ്റീവ് ആവുമോ? ഒരിക്കലും നെഗറ്റീവ് ആവില്ല അല്ലേ. ഇപ്പോൾ റിയൽ നമ്പേഴ്സിന് ഞാൻ ഏതൊരു ഇപ്പോൾ നെഗറ്റീവ് വാല്യൂ -1 എടുത്താലും -1 സ്ക്വയർ അല്ലേ വരിക അവിടെ. എഫ് ഓഫ് -1 എന്ന് പറയുന്നത് -1 സ്ക്വയർ ആയിരിക്കും. ഏതൊരു നമ്പർ എടുത്താലും അതിൻ്റെ സ്ക്വയറിലേക്ക് അത് മാപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ -1 സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് 1. അപ്പോൾ നെഗറ്റീവ് വാല്യൂസ് എടുത്താലും നമുക്ക് പോസിറ്റീവ് വാല്യൂ തന്നെ എന്ത് കിട്ടുള്ളൂ? ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ എന്തൊക്കെ വാല്യൂസ് എടുക്കാം എന്നുള്ള പോലെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂസ് വരും. അപ്പോൾ ഏതൊരു റിയൽ നമ്പർ ഞാൻ എടുത്തു കഴിഞ്ഞാലും എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈൽഡ് ചെയ്യുക എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഐദർ 0 ആവാം അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂവേ ആവാൻ പാടുള്ളൂ. അപ്പം ക്ലോസ്ഡ് 0 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലെ ഏത് വാല്യൂ വേണമെങ്കിലും ഈ ഒരു ഫംഗ്ഷന് എടുക്കാമെന്നുള്ള പോലെ പറയാം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ റേഞ്ച് വരിക. ദെൻ ദ റേഞ്ച് ഓഫ് എഫ് ഇസ് ദ സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് നമ്പേഴ്സ് വിച്ച് ഇസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. അപ്പോൾ ബി തന്നെ ആയിക്കൊള്ളണം. കംപ്ലീറ്റ് കോഡൊമെയിൻ റേഞ്ച് ആയിക്കൊള്ളണം എന്നില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. സോ ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂട്ട് എക്സിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ എക്സാമ്പിളിൽ എന്നുള്ളത്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. ദ ഫംഗ്ഷൻ എഫ് ഇസ് ഡിഫൈൻഡ് ബൈ ദ ഫോർമുല y is equal to root x or f of x is equal to root x is just the square root function mentioned earlier. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മെഷീൻ്റെ അകത്ത് പറഞ്ഞ പോലെ. ഇപ്പോൾ ഇവിടെ താഴെ മെഷീൻ കൊടുത്തിട്ടുമുണ്ട്, സ്ക്വയർ റൂട്ട് മെഷീൻ എന്ന് പറഞ്ഞിട്ട്. എക്സ് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് എക്സ് ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുക എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട്. ഇനി ദ ഡൊമെയിൻ ഓഫ് ദിസ് ഫംഗ്ഷൻ ഇസ് ദ സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് എക്സ് ഇൻ ദി ഇൻ്റർവെൽ 0 ഇൻഫിനിറ്റി. അതെങ്ങനെയാണ് അവർ പറഞ്ഞത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഞാൻ ഏതൊരു എക്സും എടുത്തു, എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് റൂട്ട് എക്സ് വാല്യൂസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടത് മനസ്സിലാവും. ഇപ്പം ഞാൻ എന്തായാലും റൂട്ട് എക്സ് ആണ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ ഡൊമെയിന് ഞാൻ ഫുൾ റിയൽ നമ്പേഴ്സ് എടുക്കുമോ? കാരണം ഡൊമെയിനിൽ എന്തായാലും നെഗറ്റീവ് വാല്യൂസ് കയറി വരും ഈ ഫുൾ റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ. നെഗറ്റീവ് വാല്യൂസിൻ്റെ റൂട്ട് ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ള പോലെയാണ് പഠിക്കണേ. കാരണം നമ്മളിപ്പോൾ റിയൽ ലൈനിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്, കോംപ്ലക്സിലേക്ക് പോകുന്നില്ല. സോ നമ്മൾ റിയൽ ലൈനിൽ നിന്നിട്ടാണ് ഫംഗ്ഷൻ്റെ കാര്യം ഇപ്പോൾ പറയുന്നത്, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ കാര്യം നമ്മൾ പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് റിയൽ ലൈൻ എടുത്തു കഴിഞ്ഞാൽ റൂട്ട് എക്സിന് എന്തായാലും നമുക്ക് എടുക്കാൻ കഴിയില്ല. റൂട്ടിനകത്ത് പോസിറ്റീവ് വാല്യൂ വരുന്ന കേസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യണുള്ളൂ. അപ്പോൾ എന്തായാലും പോസിറ്റീവ് നോൺ നെഗറ്റീവ് റിയൽ വാല്യൂസിനെയാണ് നമ്മൾ എടുക്കുന്നത്, നെഗറ്റീവ് അല്ലാത്ത റിയൽ വാല്യൂസിനെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് എന്തൊക്കെയാണ്? 0 തൊട്ട് അങ്ങോട്ട് ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസിനെയാണ് നമ്മൾ ഡൊമെയിനിൽ എടുക്കുന്നത്. അപ്പോൾ ഡൊമെയിനിലെ വാല്യൂസിനനുസരിച്ചല്ലേ നമുക്ക് റേഞ്ചിലെ വാല്യൂ കിട്ടുക. ഇനിയിപ്പോൾ ഡൊമെയിനിലെ വാല്യൂസ് ഇപ്പോൾ 0 ഞാൻ എടുത്തു, 0നെ ഞാൻ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുക? √0 ആയി കിട്ടുക. √0 തന്നെയാണ് വരിക. 1 ഞാൻ എടുത്തു, 1നെ ഇൻപുട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുക? √1 ആയി കിട്ടുക, വിച്ച് ഇസ് ഓൾസോ 1 itself അല്ലേ. 2നെ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് √2 ആ വാല്യൂ കിട്ടുക. അതേപോലെ 4നെ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2 ആ വാല്യൂ കിട്ടുക. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും എന്തുകൊണ്ട് നെഗറ്റീവ് റൂട്ട്സിനെ കൺസിഡർ ചെയ്തില്ല എന്നുള്ളത്. ഇവിടെ ആക്ച്വലി നെഗറ്റീവ് റൂട്ട്സിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനേ ആവില്ല. അപ്പോൾ പോസിറ്റീവ് റൂട്ട്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ മാത്രമേ റൂട്ട് എക്സ് ഫംഗ്ഷൻ ആവുന്നുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നെഗറ്റീവ് റൂട്ട്സിനെ ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡൊമെയിനിലെ 2 എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ എടുത്തു, ഇല്ലെങ്കിൽ ഡൊമെയിനിലെ 4 എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ എടുത്തു. ഡൊമെയിനിലെ 4 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കറിയാം 2ഉം -2ഉം 4ൻ്റെ റൂട്ട്സ് ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പം നെഗറ്റീവ് റൂട്ട്സ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ 2ലേക്കും മാപ്പ് ചെയ്യും, -2ലേക്കും മാപ്പ് ചെയ്യും. അങ്ങനെ ഡൊമെയിനിലെ ഒരു വാല്യൂവിന് 2 വാല്യൂസിലേക്ക് മാപ്പിംഗ് വന്നു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്നത് ഒരു ഫംഗ്ഷൻ അല്ല എന്നുള്ള പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഫംഗ്ഷൻ്റെ ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 and only 1 ഇമേജേ അതിനുണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ പോസിറ്റീവ് റൂട്ട്സ് മാത്രം കൺസിഡർ ചെയ്യുന്ന കേസിലാണ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണോ എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഈ വാല്യൂസിനൊക്കെ പോസിറ്റീവ് റൂട്ട്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നെഗറ്റീവ് റൂട്ട്സിനെ കൺസിഡർ ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പോസിറ്റീവ് റൂട്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റേഞ്ച് എന്താ വരിക? ഇപ്പം ഞാൻ ഏതൊരു പോസിറ്റീവ് വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ റൂട്ട് എന്തായാലും പോസിറ്റീവ് വാല്യൂ അല്ലേ വരിക. ആൻഡ് ഈ ഹോൾ പോസിറ്റീവ് വാല്യൂസ് എന്തായാലും വരികയും ചെയ്യും. കാരണം അതിൻ്റെ ഇടയിലുള്ള ഏതൊരു വാല്യൂടെയും സ്ക്വയർ എന്ന് പറയുന്നത് ഈ 0 to ഇൻഫിനിറ്റീൻ്റെ ഇടയിൽ തന്നെയാണ് വരിക അല്ലേ. അത് നിങ്ങൾ ഏതെടുത്ത് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് അറിയാൻ കഴിയും. ജസ്റ്റ് ഒന്ന് ലോജിക്കലി ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റേഞ്ച് എന്ത് വരും എന്ന് നമുക്ക് പറയാം.
0 to ഇൻഫിനിറ്റി തന്നെ വരുന്നുള്ളത് പറയാം. 0 ഇൻക്ലൂഡഡ് ആണ് കേട്ടോ, കാരണം 0ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 0 തന്നെ വരുന്നുണ്ട്. അപ്പം ക്ലോസ്ഡ് 0 ഇൻഫിനിറ്റി ആയിരിക്കും ഇതിൻ്റെ റേഞ്ചും വരിക എന്നുള്ളത് നമുക്ക് പറയാം. ഡൊമെയിനും അത് തന്നെയായിരിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞതാണ് കേട്ടോ. ഇനി അടുത്തത് കുറച്ച് നോട്ട്സ് കൊടുത്തിട്ടുള്ളതാണ്. വി ഓഫൻ യൂസ് ലെറ്റേഴ്സ് അതർ ദാൻ എഫ് ടു ഡിനോട്ട് ഫംഗ്ഷൻ. ഇപ്പം നമ്മൾ നേരത്തെ ഏരിയനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഞാൻ എ എന്ന് പറഞ്ഞ എന്താ പറയുക ലെറ്റർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ പോപ്പുലേഷൻ ഇപ്പം പി എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്യാം, ക്യാപിറ്റൽ എഫ് യൂസ് ചെയ്യാം. അങ്ങനെ പല ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാറുണ്ട്. അല്ലാണ്ട് സ്മോൾ എഫ് മാത്രമല്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ഒരു നോട്ടായിട്ട് കൊടുത്തതാണ്. ആൻഡ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് എഫിന് നമ്മൾ സാധാരണ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ നമ്മൾ സാധാരണ എഫ് ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാറുണ്ട്. പക്ഷേ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ മീനിങ് എക്സ് എന്ന് പറഞ്ഞ വാല്യൂവിൻ്റെ ഫംഗ്ഷൻ വാല്യൂ എന്നുള്ള പോലെയാണ് നമ്മൾ പറയുന്നത്. എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ഫംഗ്ഷൻ വാല്യൂ, അതായത് വാല്യൂ ഓഫ് എഫ് അറ്റ് എക്സ് എന്നുള്ള മീനിങ് ആണ് എഫ് ഓഫ് എക്സ് എന്നുള്ള ടേമിന് വരുന്നത്. സോ അങ്ങനെ യൂസ് ചെയ്യണമെന്നില്ല, എഫ് തന്നെ യൂസ് ചെയ്താലും അത് ആ ഫംഗ്ഷനെ തന്നെയാണ് ഡിനോട്ട് ചെയ്യണേ എന്നുള്ളത് പോലെ പറഞ്ഞതാണ്. എഫ് ഓഫ് എക്സ് എന്ന് യൂസ് ചെയ്താലും തെറ്റൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തത് പറയുന്നത് if a function f is described by an equation y is equal to f of x, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ y is equal to f of x എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എക്സിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നതിനനുസരിച്ച് വൈൻ്റെ വാല്യൂവിനും ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഞാൻ എനിക്ക് തോന്നുന്ന വാല്യൂ കൊടുക്കുകയാണ്. എക്സിന് എനിക്ക് തോന്നുന്ന വാല്യൂ ഞാൻ കൊടുക്കുകയാണ്. ഡൊമെയിനിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ള വാല്യൂ ഞാൻ കൊടുക്കുകയാണ്. ഡൊമെയിൻ ഞാനാണ് ഡിഫൈൻ ചെയ്യണത്. ഓക്കെ, അപ്പോൾ എക്സിന് ഞാൻ ഇപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ എഫ് ഓഫ് 1 ആവും അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? വൈൻ്റെ വാല്യൂ എപ്പോഴും എക്സിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നല്ലേ. അതായത് വൈ ഇസ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നുള്ള പോലെ നമുക്ക് പറയാം. ആൻഡ് എക്സിന് എനിക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാമെന്ന് പറഞ്ഞാൽ എക്സ് ഇൻഡിപെൻഡൻ്റ് ആണ്. സോ എക്സ് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതാണ്. ആ ഒരു ടെർമിനോളജി ഇവിടെ ഡിഫൈൻ ചെയ്തതാണ്. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഇസ് ഡിസ്ക്രൈബ് ബൈ ആൻ ഇക്വേഷൻ y is equal to f of x, we call x the independent variable and y the dependent variable, because y, the value of f at x, is dependent upon the choice of x. Hence, here x represents a number in the domain of f and y the unique number in the range of f associated with x. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. നമ്മളിപ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോൾ പറഞ്ഞതായിരുന്നു. ഡൊമെയിനിൽ നിന്നാണ് എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ എടുക്കുക. അതിന് നമ്മൾ റാൻഡം വാല്യൂ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. വൈ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് പോലെ പറയാം. സോ വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എക്സിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വാല്യൂ ചൂസ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ആകുന്നു എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ആക്ച്വലി ഞാൻ കുറച്ചുകൂടി സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്. മോർ ദാൻ 30 minutes എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവും കാണാനെന്നുള്ളത് അറിയാം. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ബാക്കി ടോപ്പിക്സ് പറഞ്ഞുതരാം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ഡു ലെറ്റ് മീ നോ അബൌട്ട് ദാറ്റ്. Your feedbacks are really important for me to make more videos and more good ones. So thank you so much for watching. Take care. Bye bye.